വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം 2ാമത്തെ പാഠം പലഹാരപ്പൊതിയാണ്. 3ാം ക്ലാസ്സിലെ മലയാളം ആദ്യത്തെ പാഠമായ കനകച്ചിലങ്കയിൽ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും പലഹാരങ്ങൾ ഇഷ്ടമല്ലേ? പലഹാരപ്പൊതി കൊണ്ട് തരുന്നവരെയും നമുക്ക് ഇഷ്ടമാണല്ലേ? അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ നമുക്ക് പലഹാരങ്ങൾ കൊണ്ട് തരാറുണ്ടല്ലേ? അത് നമുക്ക് വളരെ ഇഷ്ടവുമാണ്. നമ്മൾ എന്താണ് ചിത്രത്തിൽ കാണുന്നത്? അവിടെ പട്ടിയും പൂച്ചയും കോഴിയും ആടും ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെയോ ഒരു പക്ഷി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. കണ്ടോ? മരച്ചില്ലയിൽ നിങ്ങൾ കണ്ടോ? അതുപോലെ ചിത്രത്തിൽ പഴം കാണാം, പഴത്തിന് പുറകെ വരുന്ന ഈച്ചയെ കാണാം, ലഡുവും വടയും കാണാം, അതിന് പുറകെ വരുന്ന ഉറുമ്പുകളെയും കാണാം. പിന്നെ ഒരമ്മ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നുണ്ട് അല്ലെ? ചോറ് കൊടുക്കുന്ന ചിത്രവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? അതെന്താണ് അവിടെ 4 വരി തന്നിരിക്കുന്നത്? ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് തന്നിരിക്കുന്നത്. നമുക്ക് പാടി നോക്കിയാലോ? കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. ആരാണ് നങ്ങേലി? ആ അമ്മയുടെ പേരാണ് നങ്ങേലി. ഒക്കത്ത് കുഞ്ഞിനെയും വെച്ച് നിൽക്കുന്ന അമ്മ നങ്ങേലി. എങ്ങനെയാണ് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത്? കാച്ചിയ മോരൊക്കെ ഒഴിച്ചൊപ്പി വടിച്ച് കാക്കയുടെയും പൂച്ചയുടെയും പാട്ടുകളൊക്കെ പാടിക്കൊടുത്ത്, എന്നിട്ടോ മാനത്തെ അമ്പിളി മാമനെ കാട്ടിക്കൊടുത്ത് മാമു ആഹാരം കൊടുക്കുകയാണ്. ആർക്ക്? ആ കുഞ്ഞിന് നങ്ങേലി. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഞാനല്ല എന്ന കവിതയാണ്. അത് എഴുതിയിരിക്കുന്നത് ലളിത ലെനിനാണ്. ഈ കവിത ലളിത ലെനിന്റെ കടൽ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ്. നമുക്ക് വായിച്ചു നോക്കിയാലോ? ഞാനല്ല. ചിത്രത്തിൽ എന്തൊക്കെ കാണാം? ഒരു വീട് കാണാം, അവിടെ ഒരു പേരമരം കാണാം, അതിൽ ആര് പോകുന്നുണ്ട്? ഉറുമ്പ് കയറി പോകുന്നുണ്ട്. ഒരു പെൺകുട്ടി പേരയ്ക്ക നോക്കി നിൽക്കുന്നുണ്ട്. മരത്തിന്റെ ചുവട്ടിൽ ആരുമുണ്ട്? ഒരാൺകുട്ടിയും ഉണ്ട് അല്ലേ? നമുക്ക് കവിത വായിക്കാം. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടി ചാടിയതും ഞാനല്ലേ. നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ. പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുഗുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ, ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ. എന്താണ് മക്കളെ കവിതയിൽ പറയുന്നത്? ഒരു അനിയത്തിക്കുട്ടിയുടെ സങ്കടങ്ങളാണല്ലേ? ഞാനല്ല. എന്താണ്? പേരയ്ക്ക പഴുത്തപ്പോൾ നിറം ആദ്യം കണ്ടത് ആരാണ്? അനിയത്തിക്കുട്ടിയാണ്. കൈ ചൂണ്ടി പേരയ്ക്കയെ നോക്കിയതും പറഞ്ഞതും ഒക്കെ ആരാണ്? അനിയത്തിക്കുട്ടിയാണ്. അതുപോലെ മാമ്പഴം മണത്തപ്പോൾ, മാമ്പഴം പഴുത്ത് മണം വന്നപ്പോൾ മൂക്കിൽ ആദ്യം മണം കിട്ടിയതും മാമ്പഴം പറിക്കാൻ വേണ്ടി കൈനീട്ടി ചാടിയതും എല്ലാം അനിയത്തിക്കുട്ടിയാണ്. നെയ്യപ്പം വെന്തപ്പോൾ നാക്കില് വെള്ളം വന്നതും ഒളികണ്ണാൽ ആ നെയ്യപ്പത്തെ നോക്കിയതുമെല്ലാം ആരാണ്? അനിയത്തിക്കുട്ടിയായിരുന്നു. പക്ഷേ പേരയ്ക്ക പറിച്ചതാരാ? കറുമുറ തിന്നതാരാ? മാമ്പഴം മുറിച്ചതാരാ? ഗുളുഗുള തിന്നതാരാ? നെയ്യപ്പം കടിച്ചതാരാ? കശകശ തിന്നതാരാ? അനിയത്തിക്കുട്ടിയല്ല, ഞാനല്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ആരായിരുന്നു അത്? ചേട്ടനായിരുന്നു, കുഞ്ഞേട്ടൻ. കുഞ്ഞേട്ടന്റെ അനിയത്തിക്കുട്ടി പേരയ്ക്കയും മാമ്പഴവും നെയ്യപ്പവും എല്ലാം നോക്കി വെച്ചെങ്കിലും കുഞ്ഞേട്ടനാണ് ആദ്യം അത് തിന്നത്. അതിനുള്ള ആ സങ്കടവും ദേഷ്യവും ഒക്കെ അനിയത്തിക്കുട്ടി പറയുകയാണ് കവിതയിൽ. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ മക്കളെ? ഉണ്ടായിട്ടുണ്ടല്ലേ? വിരുന്നുകാരൊക്കെ വരുമ്പോൾ, ബന്ധുക്കളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മിഠായിയൊക്കെ കൊണ്ടുവരാറില്ലേ? അവർ കൊണ്ടുവന്ന മിഠായി നമ്മൾ കാണാതെ ചേട്ടനോ ചേച്ചിയോ അനിയനോ ഒക്കെ എടുത്ത് കഴിക്കാറില്ലേ? അതുപോലെ നമ്മൾ നോക്കി വെച്ച മാമ്പഴമോ പേരയ്ക്കയോ ഉണ്ണിയപ്പമോ അങ്ങനെ എന്ത് സാധനം ആയാലും നമുക്ക് മുന്നേ നമ്മുടെ അനിയനോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ തിന്നാറുണ്ടല്ലേ? അപ്പൊ നമുക്കും ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ നോക്കാം. കവിത ഈണത്തിൽ ചൊല്ലി നോക്കൂ. അപ്പോൾ ഈണത്തിൽ കൂട്ടുകാരുമൊത്ത് ചൊല്ലുമല്ലോ. രണ്ടാമത്തെ ചോദ്യം, ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താവും? എന്താവും കുട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ കാരണം? മുറ്റത്തെ പേരയ്ക്ക നിറമാറ്റം വന്ന് പഴുത്തു പാകമായതും മാമ്പഴം പഴുത്ത മണം വന്നപ്പോൾ അതിനുവേണ്ടി ആദ്യം പറിക്കാൻ നോക്കിയതും നെയ്യപ്പം വെന്തപ്പോൾ കൊതി കൊണ്ട് നുണഞ്ഞു നിന്നതുമെല്ലാം ഈ കവിതയിലെ അനിയത്തിക്കുട്ടിയായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ആദ്യം കിട്ടിയത് അവൾക്കായിരുന്നില്ല. പേരയ്ക്കയും മാമ്പഴവും നെയ്യപ്പവും എല്ലാം ആദ്യം തിന്നത് അവളുടെ
ചേട്ടനായിരുന്നു. അവളത് തിന്നിട്ടില്ല എന്ന് തറപ്പിച്ചു പറയാനാണ് ഞാനല്ല എന്ന് 2 വട്ടം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവൾക്കത് ലഭിക്കാത്തതിനുള്ള സങ്കടവും ആ വരികളിൽ നമുക്ക് കാണാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടന്റെയോ അനുജത്തിയുടെയോ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായി കാണാതിരിക്കാൻ വഴിയില്ലല്ലേ. നമ്മുടെ ചേട്ടനോ അനുജത്തിയോ ഒക്കെ നമുക്ക് ഈ പണി തന്നിട്ടുണ്ടാകും അല്ലേ. എന്താ, നമ്മുടെ വീട്ടിലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ മിഠായികളും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവരാറില്ലേ? അത് നമ്മൾ നോക്കി വെക്കും. പക്ഷേ അതെല്ലാം ആര് കൈക്കലാക്കും? നമ്മുടെ ചേച്ചിയോ ചേട്ടനോ അനുജത്തിയോ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ കൈക്കലാക്കിയിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ തിന്നിട്ടുണ്ടാവും അല്ലേ. ഈ പറഞ്ഞതുപോലുള്ള ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ അനുഭവം എഴുതേണ്ടതാണ്. ഞാൻ ഇവിടെ ഒരു കുഞ്ഞനുഭവം എഴുതിയേക്കാം. എനിക്കും ഈ കവിതയിലേതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എന്റെ വീട്ടിലെ മാവിൽ കയ്യെത്താവുന്ന വിധത്തിൽ ഒരു മാങ്ങ പിടിച്ചു. മാവിൽ മാങ്ങ പിടിച്ചപ്പോൾ മുതൽ വലുതാകുന്നുണ്ടോ എന്ന് നോക്കിയതും നിറം മാറുന്നുണ്ടോ എന്ന് നോക്കിയതും എല്ലാം ഞാനാണ്. എന്നാൽ മാങ്ങ പഴുത്തപ്പോൾ അത് പറിച്ച് ആദ്യം തിന്നത് എന്റെ ചേച്ചിയാണ്. അപ്പൊ ഇതുപോലുള്ളൊരു അനുഭവം എഴുതുമല്ലോ. നമ്മളെല്ലാ ചോദ്യങ്ങളും നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗവുമായി കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മുന്തിരിങ്ങ നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിച്ച് മിടുക്കരാകുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.